ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ശുഭദിനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരുന്ന് വഴി നടത്തട്ടെ. ശുഭകരമായി പ്രവർത്തിക്കുവാൻ നമ്മൾ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. ശുഭകരമായി നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം, നീ പോകേണ്ടുന്ന വഴിയിൽ നിൻ്റെ കുറവ് തീർത്ത് നിന്നെ വഴി നടത്തുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സർവ്വകൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മൾ 136 സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ പോർഷൻ നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ ദയ, എവർലാസ്റ്റിംഗ് ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ് ലവ് ഓഫ് അവർ ഗോഡ്. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരുണാ സ്നേഹം, അതെല്ലാം ഒരു വാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിൽ നമ്മൾ ഉദാഹരണമായിട്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാൻ അസാഫിൻ്റെ കീഴിൽ ഒരു 28 കൂറുകളൊക്കെ ആയിട്ട് അത് ക്രമീകരിക്കുന്നുണ്ട്. അവിടെ ഒരു മ്യൂസിക്കിൽ ആരാധനയ്ക്ക് വേണ്ടി സ്തോത്രഗീതം പാടുവാൻ അല്ലെങ്കിൽ ആ ഗാനം ആലപിക്കുവാനൊക്കെ ഉള്ള ഒരു ട്രൂപ്പിനെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ദേവാലയത്തിൽ തുറന്ന് നമ്മൾ കണ്ടു. ഈ യഹോശാഫത്തിന് നേരെ വന്ന 3 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുവാൻ യഹോശാഫത്ത് ചെന്നപ്പോൾ ദൈവത്തോടാണ് ആദ്യം അപേക്ഷ ചോദിക്കുന്നത്. കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ അപ്പോൾ നീയല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടും, അങ്ങനെ ദൈവത്തിൻ്റെ കൃപകൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത് അത്രയെന്ന് പറഞ്ഞ് ഈ യുദ്ധത്തിൽ നിങ്ങൾ പോരാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ അവർക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നതായിട്ടും, ഒരിടത്തും കാണാൻ കഴിയാത്ത വിധം സൈന്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ സ്തുതിക്കുന്നവരെ ആരാധനക്കാരെ അവർ നിർത്തിയതായിട്ട് കാണുകയാണ്. ഗാനം ആലപിക്കുന്നവർ നിർത്തുകയാണ്. അവർ യഹോവയെ പാടി സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അത് പറഞ്ഞ വാക്കുകൾ ഇതാണ്, അവൻ്റെ നീക്കമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും തുടങ്ങി. അപ്പോൾ ദൈവം അവരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി, ശത്രുക്കൾ നേരെ പതിയിരിപ്പുകാരെ വരുത്തി അവർ തോറ്റോടുകയാണ്. അങ്ങനെ ജയം വരിച്ച യഹോശാഫത്തിൻ്റെ സംഭവം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ 4 വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള പ്രബോധനങ്ങളാണ്. സങ്കീർത്തകൻ ദൈവത്തെക്കുറിച്ച് തന്നെ മഹത്വപ്പെടുത്തുക. എന്താണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്? അവൻ ഗോഡ് ഓഫ് ഗോഡ്സ് ആണ്, ദൈവാദി ദൈവം. ഗോഡ്സ് എന്ന് പറയുന്നത് പലതുമുണ്ട്, പേരുള്ളവർ പലതും, എന്നാൽ എല്ലാറ്റിനും മീതെ അവൻ സർവശക്തനാകുന്നു. ദൈവാദി ദൈവം, കർത്താദി കർത്താവ്, ലോർഡ് ഓഫ് ലോർഡ്സ്. അനേകം കർത്താക്കന്മാരുണ്ടെന്ന് പറയും, എന്നാൽ ഏക കർത്താവേ നമുക്കുള്ളതെന്ന് പറയും. അതല്ലെങ്കിൽ ലോകത്തിലെ ഭൗമികമായ ഇപ്പോൾ നമ്മൾ ചില ദേശങ്ങളിലൊക്കെ പറയും ലോർഡ്ഷിപ്പ് എന്ന് പറയും. ലോർഡ് പ്രഭുക്കന്മാർക്ക് അങ്ങനെയാണ് ആ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പോൾ എല്ലാറ്റിനും മീതെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. പിന്നെ പറയാണ് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ഹെൽപ്പറുടെ ആവശ്യമില്ല. പിന്നെ നമ്മളെയൊക്കെ ദൈവം അവിടുത്തെ ശുശ്രൂഷകരായി, അത് നമുക്കുള്ള ദൈവം തരുന്ന പദവിയാണത്. ദൈവത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല, അത് ദൈവം നമുക്ക് തരുന്ന ഒരു പദവി, ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം, ദൈവം നമുക്ക് തരുന്ന ഒരു അനുവാദം, അതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവിടെ വിവരിക്കുകയാണ്. അവൻ ദൈവാദി ദൈവമാണ്, കർത്താദി കർത്താവാണ്, ഏകനായി മഹാത്മങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിനെന്ന് പറഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരു 4 വാക്യങ്ങൾ, അതായത് 8 വാക്യം വരെയുള്ളത്, 8ഉം 9ഉം കൂടെ വരുന്നുണ്ട്. 9 കൂടെ വരുന്നത്, അതായത് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 4 വാക്യങ്ങളോട് വരുന്നുണ്ട്. ആദ്യത്തെ 4 വാക്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പോർഷൻസ് 8-9 വരെയുള്ളത് പറയുകയാണ് ഈ പ്രകൃതിയെക്കുറിച്ച്, നേച്ചർ, ദൈവം എങ്ങനെ പ്രകൃതിയെ സൃഷ്ടിച്ചു, ക്രിയേഷനെ കുറിച്ച് അവിടെ പറയുന്നത്. അത് 5-ാമത്തെ വാക്യം പറയുകയാണ്, ജ്ഞാനത്തോടെ ആകാശങ്ങൾ ഉണ്ടാക്കിയവന് അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്. ഇത് നമുക്ക് വാക്കിൽ പറയാം, പക്ഷേ നമുക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും? ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. എങ്ങനെ നമുക്കത്, ശാസ്ത്രലോകത്തിന് പോലും ഒരു അറ്റവും തുമ്പും പോലും അത് മനസ്സിലായിട്ടില്ല. പറയാം നമ്മൾക്ക്. ദൈവത്തിൻ്റെ ജ്ഞാനം, അവയുടെ ആഴം, അത്
എത്ര ഉന്നതമായതെന്ന് തന്നെ പൗലോസ് പറയുന്നുണ്ട്. അവിടുത്തെ അറിവ്, ജ്ഞാനം എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഇത് സൃഷ്ടിച്ചത് എങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും പ്രിയരെ? ആകാശത്തെ എങ്ങനെ സൃഷ്ടിച്ചു, ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചു, ഹെവൻസ് എന്ന് പറയുന്നത് അല്ലേ? അവിടെ ജ്ഞാനത്തോടെ ആകാശത്തെ ആകാശങ്ങൾ, ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, ഇതുപോലെ എത്രയോ മുമ്പ് നമ്മൾ ഒരിക്കൽ ജനിച്ചു. അതായത് കോടികൾ ഉള്ള ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൂര്യനിൽ ഭൂമിയെ പോലെയുള്ള കോടികൾ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ വാസ്റ്റ് എത്രമാത്രം അത് അതിൻ്റെ വലിപ്പം എന്താണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ചിന്തിക്കും ഒന്നേ ഉള്ളൂ, നമുക്ക് എളിമപ്പെടാനേ വഴിയുള്ളൂ. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിൽ പലതുമായിട്ട് തട്ടിച്ച് നോക്കും, എന്തോ ബുദ്ധിമാന്മാരെന്നോ എന്തോ ജ്ഞാനമുള്ളവരോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിപ്പോയ ഇപ്പം അങ്ങനെ തോന്നാൻ ഒരു വഴിയില്ല, ഒന്നുമില്ല. ഈ ജ്ഞാനത്തിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭാഗം വരുമ്പോൾ നത്തിങ്. കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു ഇതാണ്, അതായത് ഈ എപ്പോഴാണ് നമുക്ക് ഒരാളെ അതായത് ഒരു വ്യക്തി വലിയൊരു വര വരച്ചു, എന്നിട്ട് ആ വര വെട്ടിക്കളയരുത്, മുറിക്കുകയും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ആ വര ചെറുതാക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദിച്ച വ്യക്തി അതായത് ചോദിച്ച വ്യക്തിയോട് ആ വ്യക്തി ഇങ്ങനെ കിണഞ്ഞു വരുന്നത് സാധിക്കുന്നില്ല. അവസാനം ചോദിച്ച വ്യക്തി തന്നെ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു വര വരച്ചു. അപ്പോൾ ഈ വര സ്വാഭാവികമായിട്ട് ചെറുതായി, മുറിച്ചുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നത്തിങ് ഈസ് ബോസ്റ്റിംഗ് ഇല്ല, പ്രശംസിക്കാനൊന്നുമില്ല, പ്രശംസിക്കാനുണ്ടെന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന് മനസ്സിലാകും. അതെല്ലാം ദൈവത്തിനെല്ലാം മഹത്വം വിട്ടുകൊടുക്കും. പൗലോസ്ലീഹായ്ക്ക് കഥ സംഭവിച്ചത്. അവർ പറയാം, പ്രശംസിക്കണമെങ്കിൽ എനിക്ക് അതെല്ലാം കാര്യങ്ങളുണ്ടല്ല ഭൗമിക പ്രകാരം, പക്ഷേ ദൈവിക ജ്ഞാനത്തിനു മികൽ ദൈവിക ആ വിസിറ്റേഷൻ എൻകൗണ്ടറിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാതായി മാറി. തങ്ങൾ ഒന്നുമില്ല, ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവിടുത്തെ കരവരും ഏത് മനുഷ്യനെ മുറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയേ എന്ന് മനസ്സിലായി. അതിൻ്റെ ആ സവിശേഷത, ഈ ഒരു ജ്ഞാനം നമ്മളുണ്ടായാൽ, ഇതൊന്നും നമ്മൾ ഗ്രഹിച്ചാൽ എത്ര ധന്യരായി നമ്മൾ. അവിടെ പറയുകയാണ്, ജ്ഞാനത്തോടെ ആകാശങ്ങൾ ഉണ്ടാക്കിയവന് അവൻ്റെത് എന്നേക്കുമുള്ളത്. ഓരോരുത്തരും ചിന്തിക്കുക, ചുമ്മാ നോക്കി ആകാശത്തിലേക്കൊക്കെ നോക്കി ചിന്തിക്കുക, എങ്ങനെയായിരിക്കാം, ചുമ്മാ ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാകും ഒരെത്തും പിടിയും കിട്ടത്തില്ല. അപ്പോൾ എല്ലാം ദൈവത്തിന് മുഖത്ത് ഉറപ്പിക്കാനായിട്ട് പറ്റും. ദൈവമേ, നിന്നെ ഞാനും നിൻ്റെ കരുവരുത്. ഈ സകല അണ്ടഘടാകത്തെയും സൃഷ്ടിച്ച ദൈവത്തിനാണ് നമ്മുടെ ഒരു കാര്യം നോക്കാൻ പറ്റാത്തത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നീക്കുവൊക്കെ ആകുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. ഈ ആകാശത്ത് കർത്താവ് വെറുതെയാണോ അത് പറഞ്ഞത്? ആകാശത്തിലെ പറവകളെ നോക്കാൻ പറഞ്ഞില്ലേ? വയലിലെ താമര നോക്കാൻ പറഞ്ഞില്ലേ? കാക്കകൾ എങ്ങനെ അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറയും, പക്ഷെ അവയെ ദൈവം പുലർത്തുന്നില്ല എന്ന് പറയുന്നില്ലേ? അല്ലേ? കാട്ടിൽ സിംഹം അലറുമ്പോൾ നീയാണോ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ദൈവം ചോദിക്കുന്നില്ല യോബിനോട്? ഇതെല്ലാമാണ് പ്രിയരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ എത്ര ഡീപ്പാണത്. നമ്മുടെ അന്തരംഗം ഒന്ന് തുറന്നാൽ പ്രിയരെ, എത്ര ഡീപ്പാണത്. നമുക്ക് ആ ദൈവത്തിൻ്റെ വലിപ്പം കാണാം, ദൈവത്തിൻ്റെ മഹിമ കാണാം, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാം. മഹത്വത്തിൻ്റെ ഒന്നും മുഴുവനൊന്നും ആർക്കും ദർശിക്കാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഒരല്പാൽപമായിട്ട് നമുക്കതിലേക്ക്, ദൈവമേ ഞങ്ങളതിലേക്ക് വഴി നടത്തണമേ എന്ന് നമുക്ക് നമുക്ക് അർത്ഥിക്കാം, ദൈവത്തോട് നാം ഇതിനായിട്ട് പ്രാർത്ഥിക്കും. ഇവിടെ പറയുകയാണ്, ജ്ഞാനത്തോടെ ആകാശങ്ങൾ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇവിടെ ഓരോന്നും വിവരിക്കണമെങ്കിൽ വളരെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇത്ര മാത്രം ചെയ്ത്. വെള്ളത്തിന്മേൽ വെള്ളത്താൽ ഭൂമിയെല്ലാം വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, പിന്നെയാണ് കര ഉണ്ടാകുക നമ്മൾ പറയുന്നുണ്ട്, സൃഷ്ടിയുടെ ഇതിൽ പറയുന്നു അല്ലേ? എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു, പിന്നെ കര കാണായി വന്നു, അതിന് വേർതിരിച്ചു ദൈവം അല്ലേ? കടലും കരയും തമ്മിൽ വേർതിരിച്ചു, ആകാശവിധാനത്തെ വേർതിരിച്ചു. ഉൽപ്പത്തിയിലെ വിവരണങ്ങളെല്ലാം ക്രിയേഷൻ, ഇറ്റ്സ് ട്രൂ, അത് നമുക്ക് മനസ്സിലാകുന്നതാണ്, ഗ്രഹിക്കാവുന്നതാണ്, വിശ്വസിക്കാവുന്നതാണ്, വിശ്വസനീയമാണ്. അവിടെ തുടർന്ന് പറയുകയാണ്, വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയവൻ അവൻ്റെ എന്നേക്കുള്ളത്. പ്രാവശ്യം ഒരു പ്രായം ചെന്നൊരു നിരീശ്വരത്വം വിധിക്കുന്ന ഫുളിഷ്നെസ്സാണ്. എന്ത് പറയുകയാണ്? ദൈവം അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ സൂര്യനെ നിർമ്മിച്ചതിന് മുമ്പ് എങ്ങനെയാണ് വെളിച്ചം ഉണ്ടായിരുന്നില്ലേ?
അപ്പോൾ ചന്ദ്രനെ ഉണ്ടാക്കിയതിന് വെളിച്ചം ഉണ്ടായിരുന്നില്ലേ? ദൈവം തന്നെ പ്രകാശമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മൂഢനായ മനുഷ്യന് മനസ്സിലാകുന്നില്ല, അത് ഗ്രഹിക്കാൻ അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല അല്ലേ? ഈ പുതിയ ആകാശം പുതിയ ഭൂമി പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വരും പറയാം, അവിടെ ഇനി സൂര്യനും ചന്ദ്രനും വേണ്ട, കുഞ്ഞാട് തന്നെ അതിൻ്റെ വിളക്കാകുന്നു. കുഞ്ഞാട് അതിൻ്റെ പ്രകാശം, ദൈവം തന്നെ പ്രകാശമാണ്. പിന്നെ ഈ വ്യക്തി പറയുകയാണ് വലിയ സൂര്യനുണ്ട്, അപ്പോൾ സൂര്യനുണ്ടാക്കണമെങ്കിൽ വെളിച്ചം വേണ്ടത്. എന്തും മടത്തരം അറിയാത്തതുകൊണ്ടാണ് അജ്ഞതയിൽ നിന്ന് വരുന്നത്. അവരെയൊക്കെയാണ് വലിയ അറിവിൻ്റെ ആളുകളായിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. ഇല്ല, വെറും ഫൂളിഷ്നെസ്സാണ്. കാരണം തിരുവനന്തപുരത്തിലെല്ലാം വ്യക്തമായും ക്ലിപ്തമായും കൃത്യമായും വിവരിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം. ഇവിടെ പറയുകയാണ്, പകൽ വാഴുവാൻ സൂര്യനെ വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയും. വെളിച്ചം തന്നെ അതിൻ്റെ എന്തൊക്കെ ഡെഫിനിഷൻ, നമ്മൾ വീട്ടിൽ തന്നെ വൈദ്യുതി എന്തെല്ലാം രീതിയിൽ എന്നത് വൈദ്യുതി ഉപകരണങ്ങൾ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടില്ലേ, എത്ര വിവിഡാണത്. അപ്പോൾ ദൈവം ആകാശങ്ങളിൽ, ആകാശമണ്ഡലത്തിൽ, ഭൂഗോളത്തിൽ, പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെ വലിയ വെളിച്ചങ്ങളുണ്ട്, പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട്, പ്രകാശം ഏറിയ നക്ഷത്രങ്ങളുണ്ട്, ശോഭ ഏറിയതുണ്ട്, ശോഭ കുറഞ്ഞതുണ്ട്, അതൊക്കെ വിവരിക്കുന്നുണ്ട്. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് വ്യത്യാസമുണ്ടെന്നൊക്കെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മരിച്ചവരെങ്ങനെ ഉയർക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെ പറയുന്നുണ്ട്. തേജസ് തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. ഇത് തുറന്ന് പറയുന്നുണ്ട്, ചന്ദ്രൻ്റെ പോലെ ശോഭയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണ് സൂര്യൻ്റെ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് തിരുവഴുത്ത് തന്നെ പറയുന്നുണ്ട്. എല്ലാം തിരുവനന്തപുരത്തിൽ കൂടെ ദൈവം നമ്മുടെ അരളി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളും ഉണ്ടാക്കിയവന്, രാത്രി നോക്കിയ വലിയ വെളിച്ചമൊക്കെ ഓഫ് ചെയ്തിട്ട്, സൂര്യനെ ഓഫ് ചെയ്തിട്ട് രാത്രി ചെറിയ വെളിച്ചങ്ങളെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക 6 മാസത്തോളം ഭൂമിയുടെ 1 വർഷത്തിൻ്റെ പകുതിയോളം സൂര്യനെ കാണാത്ത ദേശങ്ങളുണ്ട്. അങ്ങനെയുണ്ട് അത്ഭുതങ്ങൾ. അതുപോലെ 1 വർഷത്തിൻ്റെ പകുതിയോളം സൂര്യൻ അസ്തമിക്കാത്ത നാടുകളുമുണ്ട്. എപ്പോഴും വെളിച്ചം, പകുതി മുക്കാൽ സമയവും ദിവസത്തിന് പകുതി മുക്കാൽ വെളിച്ചം. അങ്ങനെയുള്ള ദേശങ്ങളുമുണ്ട്. അന്റാർട്ടിക്ക ആ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കാം ഓരോന്നിൻ്റെ ക്രമീകരണങ്ങൾ, സൂര്യപ്രകാശം ഏൽക്കാത്ത ദേശങ്ങൾ, മഞ്ഞുമൂടിക്കിടക്കുന്ന ദേശങ്ങൾ. ഇപ്പം ഇതൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഇതൊക്കെ വളർന്നു വന്നപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പറയുകയാണ്, രാത്രി വേഴാൻ ചന്ദ്രനും നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയ ദൈവം. ഇതെല്ലാം ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ദൈവത്തിൻ്റെ കരമാണ്. അവിടുത്തെ വലങ്കൈ വീര്യം പ്രവർത്തിക്കണം. അവിടുത്തെ ചിന്തയാണ്, അവിടുത്തെ ആലോചനയാണ്, അവിടുത്തെ പ്രവൃത്തിയാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവിക ജ്ഞാനത്തിന് മുമ്പാകെ നമ്മൾ എളിമയോടെ നമുക്ക് സമർപ്പിച്ചിട്ട്, കർത്താവേ, ആ ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഇന്ന് വേണ്ടത് പ്രിയരെ. ജ്ഞാനം ഈ ഭൗമിക ജ്ഞാനം തേടിപ്പോവുകയല്ല, നമുക്ക് വേണ്ട ഉയരത്തിലെ ജ്ഞാനം. ആ ഉയരത്തിലെ ജ്ഞാനം എങ്ങനെയാണ്? അത് ഒന്നാമത് നിർമ്മല ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കണം. എന്താണ്? നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനായ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പത്തിൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി പ്രശംസിക്കുകയും ഭോഷ്ക പറയുകയും വരുത്. ഇത് ഉയരത്ത് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തുനിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്ന സമാധാനത്തിൽ വെച്ച് നീതി എന്ന ഫലം കഴിയും. ഉയരത്തിലെ ജ്ഞാനം നമ്മൾ നിറയ്ക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. സർവ്വജ്ഞാനിയായ ദൈവമേ, സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമേ, ജ്ഞാനികളുടെ ദൈവനെ അവിടത്തേക്ക് സ്തുതിയപ്പ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് സൃഷ്ടിച്ച ആകാശത്തെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ കർത്താവെ, എത്രമാത്രം അവിടുത്തേക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ എളിമയോടെ നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഉയരത്തിൽ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ സൗമ്യരാക്കുന്ന, ഞങ്ങളെ എളിമപ്പെടുത്തുന്ന ആ ഉയരത്തിൽ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇതുവരെ നന്നെല്ലാ കൃപയ്ക്കായി സ്തുതി. നിന്റെ എന്നേക്കുമുള്ളതെന്ന തിരുവഴുത്തിനായി സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത ദയയിലും കൃപയിലും കരുണയും ഞങ്ങൾ ആശ്രയിക്കും. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ഞങ്ങൾ വഴി നടത്തുന്ന ദൈവം മേലാലും അവിടെ ഞങ്ങളെ നടത്താൻ ശക്തനായിരിക്കാൻ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം ചെയ്യുന്ന എല്ലാ പുകഴ്ചയും ബഹുമാനവും തൃപ്പാദങ്ങളെ അർപ്പിക്കുന്നു. ഒരു നാമം മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.